കാര്യം ഏറ്റെടുത്താൽ അത് വിജയിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സ് ഹരിക്കുണ്ട്. ஹரிசாரே, நீங்க ஓகே சொல்லுங்க. ஏடா சரவணா, அது பண்ணுங்க இது பண்ணுங்கன்னு நீங்க ஒரு வாக்கு சொன்னா போதும். പിന്നെ ഫുൾ ആൻഡ് ഫുൾ എഞ്ചിൻ மாதிரி சரவணன். സാർ, സരവണൻ എപ്പോഴും ഓടിക്കൊണ്ടേ ഇരിക്കും. ശരവണന്റെ ഒരു ത്രില്ല് കണ്ടോ അമ്മേ? இப்பதான் லைஃபுக்கு ஒரு த்ரில் வந்திருக்கு. இனி நம்ம சூப்பர் ஸ்டார் படம் மாதிரி நம்ம ஹரிசாரு எங்க போய் நிக்கும்னு பாருங்க. ശരവണ, മതി മതി. ഈ സൂപ്പർ സ്റ്റാർ എന്നുള്ള കമ്പാരിസൺ ഒന്നും വേണ്ട. ഈ എടുത്താ പൊങ്ങാത്ത കാര്യങ്ങളൊന്നും നീ എന്റെ തലയിലോട്ട് ഇട്ടേറല്ലേ? എടാ, അതെ, നാളെ എപ്പോഴാ അവരൊക്കെ വിളിച്ചിരിക്കുന്നേ? രാവിലെ തന്നെ ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ അതുകൂടെ ഒന്ന് കഴിയട്ടെ. എന്തായാലും നമുക്കെല്ലാവർക്കും കൂടെ മുന്നോട്ട് ഒരു ചോട് കൂടി വെക്കാം, അല്ലേ സുജാതെ? ஆமா. അമ്മ, ഹരിസാർ സ്റ്റാർട്ട് ആക്കാൻ പോകുന്ന ബിസിനസ് വന്ന് പെരുസായിരിക്കും ഇല്ല? അങ്ങനെയാ പറഞ്ഞത്. ഹരിസാർ നല്ല മനുഷ്യനാണമ്മ. അവരെ പറ്റി മാത്രം നനയ്ക്കാതെ നമ്മെ പറ്റി, നമ്മ വീടെ പറ്റി എല്ലാം യോസിച്ച് എല്ലാം ചെയ്വാറ്. തിരുമ്പി പാടത്തേക്ക് പോയപ്പോ അങ്ങേ ഇരിക്കുന്നവരെ പറ്റി നനച്ചാച്ച്. അതൊക്കെ വലിയ മനുഷ്യരുടെ ലക്ഷണങ്ങളാ. ആമാ. ഹരി ഒരുപാട് കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഹരിയോളം അറിവും പക്വതയൊക്കെ ഉള്ളവര് ഒരുപാടൊന്നും ഉണ്ടാവില്ല. നീ പറഞ്ഞതുപോലെ കൂടെയുള്ളവരെ കുറിച്ച് ചിന്തിക്കാന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല. ഹരിക്ക് മണ്ണിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഒരു കാലത്ത് മണ്ണിൽ പൊന്നു വിളയിച്ചവനാ. കൃഷി ചെയ്ത് തളർന്നവർക്ക് അവനൊരാശ്വാസമായിരിക്കും. അമ്മ, എന്നോട് മനസ്സിൽ എന്താണ് തോന്നിയെന്ന് അറിയാമോ? ഹരിസാർ ഇങ്ങേ ഇരുന്ന് ഓരോ സ്റ്റെപ്പ് ഏറി ഏറി അങ്ങ് വാനം വരെ പോകും. പോണം. ആകാശം മുട്ടുന്ന ഉയരത്തിൽ ഹരി വളരണം. എന്നെങ്കിലും ഒരിക്കൽ പകരം ചോദിക്കാനായാലും പ്രായശ്ചിത്തം ചെയ്യാനായാലും ജീവൻ തിരിച്ചു വരുമ്പോ അവന് കണ്ണെത്താത്ത ദൂരത്തായിരിക്കണം ഹരി നിൽക്കേണ്ടത്. അപ്പൊ ആര് ജയിക്കുമെന്ന് നിനക്കറിയോ? തെരിയും, ഹരിസാർ. അല്ല ശരവണ, ഹരി വളരുമ്പോ ജയിക്കുന്നത് നിത്യയാണ്. അവളെ കരഞ്ഞു തീർത്തതിന്റെ കൂലി ദൈവം അവൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഹരിയിലൂടെയാണ്. എന്തായാലും ഉത്തര തുറന്നിട്ടിരിക്കുന്ന മാർഗം ചെറുതല്ല. നീ കാർഷിക വിപ്ലവം എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലേ, അതെന്നമാ? ഇവിടെ പറയുന്നതാണ്. ഒരു നാടിന് വേണ്ട എല്ലാ കാര്യങ്ങളും കൃഷി ചെയ്തെടുക്കും. ഏറ്റവും അന്തസ്സോടെ കർഷകൻ ജീവിക്കുക. അതാണ് അതിന്റെ ഉദ്ദേശം. ഹരിയുടെ ലക്ഷ്യവും അതാണ്. എന്ന് പറഞ്ഞ ഈ അടുക്കളയ്ക്കും വീടിനൊക്കെ പുറത്ത് അവൻ വലിയൊരു ലോകം കെട്ടിപ്പടുക്കാൻ പോവാണ്. ഇപ്പൊ ഒരളവുക്ക് തെരിഞ്ഞിരിക്കേ. ബാക്കി എന്താ സംഭവിക്കാൻ പോകുന്നേന്ന് നീ കൺമുമ്പിൽ കണ്ടാ മതി. ഇനി ഹരിയുടെ കാലമാണ്. ആമാ, കണ്ടിപ്പാ.
ഞാൻ ചെല്ലണ്ടെന്നാ ഉത്തര പറഞ്ഞത്. അല്ലെങ്കിലും അതൊന്നും എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളല്ലേ. ആ, എന്തായിരുന്നു മോളെ തൊഴിലാളികളുടെ തീരുമാനം? അവരുടെ കാര്യം പറഞ്ഞ രസാമേ. ഹരി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ ഹരിയെ ദൈവം അയച്ചതാന്നൊക്കെയാ അവര് പറയുന്നത്. ആ, എല്ലാവരുടെ അവസ്ഥ നമുക്കറിയാലോ. എല്ലാവരും ഹരിയുടെ ഒപ്പമുണ്ട്. ഉം. ഇതിപ്പോ ചെറിയ തുടക്കം മാത്രമല്ല അമ്മ. ഹരിസാറിന്റെ പ്ലാൻ വന്ന് സക്സസ് ആയി കളിഞ്ഞ അവരെല്ലാം വന്ന് പെരിയ ആൾക്കാരായി മാറിടും. ഇല്ലയാ? ആ, എല്ലാം നന്നായിട്ട് നടക്കട്ടെ ശരവണ. ആമാ. നമ്മളെ കൊണ്ട് ആകും വിധം മറ്റൊരാൾക്ക് സഹായം ചെയ്യുന്നതിനേക്കാളും വലിയ കാര്യം ഈ ഭൂമിയിൽ വേറെ എന്താ ഉണ്ടേ? അത് ശരിയാ രാമകൃഷ്ണേട്ടാ. ആ